ഹലോ ഗൈസ്, ഇന്നത്തെ റെസിപ്പി കല്ലുമ്മക്കായ ചോറ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല കല്ലുമ്മക്കായ ചോറ്? നമുക്കത് ഉണ്ടാക്കിയാലോ? ഇന്നത്തെ വീഡിയോ അതാണ്. ഓക്കെ, നമുക്ക് ഫുൾ വീഡിയോയിലേക്ക് പോവാം. ഇത് ഉപ്പ്, മല്ലിപ്പൊടി, കാശ്മീരി മുളക്, ഇഞ്ചിയും പച്ചമുളകിൻ്റെ ചതുക്കിയത് എന്നിട്ട് പെരക്കി വെച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അത് പൊരിക്കണം. തക്കാളി അരിഞ്ഞിട്ട് എടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചതച്ചിരുന്നു. ഇത് നല്ലോണം മിക്സ് ആക്കുക. നല്ലോണം വയറ്റി നല്ലോണം എടുക്കും. തക്കാളി ഇട്ടിട്ട് നല്ലോണം സെറ്റാക്കി എടുക്കുക. കല്ലും കൈ വെച്ചത് ഇതിലിട്ട് ഫുൾ സെറ്റാക്കി എടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ ഇതാണ് കുരുമുളക് പൊടിച്ചതല്ല, 1/4 ടീസ്പൂണോ? ഓക്കെ. പിന്നെ മസാലപ്പൊടി 1/4 ടീസ്പൂൺ. ഇതൊക്കെയാണ് വേണ്ടത്. നല്ലോണം വഴറ്റിയെടുക്കല. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം മിക്സ് ആക്കുക. ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി കേട്ടോ. അളവിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. അല്ല, ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതിയേ. അരിയാണ് നല്ലോണം കൈ എടുക്കുക. നല്ലോണം വരണം. തിളച്ച് കഴിഞ്ഞാൽ അരി ഇട്ടെടുക്കണം. അല്ലേ, നമുക്ക് അരിയിടാം. കുറച്ചും കൂടി ചൂടാകട്ടെ. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ അരി ഇടുക. കൈ വെച്ച് അരി മൊത്തത്തിൽ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറക്കാം. മൂടി വെക്കുക. ഫ്ലെയിം ഒന്ന് കുറക്കാം. ഈ കുറച്ചൊന്നും ഇടാൻ ടൈം എടുക്കണം. പിന്നെ ഇത് മൂടി വെക്കാം. ഒന്നും കൂടെ ഒന്ന് സെറ്റായി വരണം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലോണം മറിച്ചിട്ടുള്ളത് എല്ലാ ഭാഗം മിക്സ് ആക്കിയിട്ട് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണ്ടല്ലോ. അതാ, കുറച്ച് വെയിറ്റ് ചെയ്യാം. ഒന്ന് സെറ്റായാൽ ഒന്നും കൂടെ മറിച്ചിടാം. നേരത്തെ
മറിച്ച് വെത്താൻ എല്ലാം ഫുൾ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ മറിച്ച് കൊടുക്കല. ഒന്നും കൂടി മൂടി വെക്കാം. വെയിറ്റ്, സെറ്റായി വരുന്നുണ്ട്. ഇത് പാകത്തിന് ശരിയായി സെറ്റായി വന്നല്ല. ഒന്നും കൂടി മറിച്ചിട്ട് ഇത് ഓഫ് ചെയ്യാം. ഓക്കേ. ഇങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ കല്ലുമ്മക്കായ് ചോറ് ഇവിടെ റെഡിയായി.